നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ തൈപ്പൂയമാണല്ലോ. തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസത്തിലെ മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലും പൂയം നാളിലാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ശിവപുത്രനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യസ്വാമിയുടെ പിറന്നാളായാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. എന്നാൽ സുബ്രഹ്മണ്യസ്വാമി താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാളെന്നും കരുതപ്പെടുന്നു. അതേസമയം സുബ്രഹ്മണ്യസ്വാമിയുടെ വിവാഹ സുദിനമാണ് തൈപ്പൂയമെന്നും പറയപ്പെടുന്നു. പിറന്നാൾ തൃക്കാർത്തികയാണെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട്. മകരമാസത്തിലെ പൂയ നക്ഷത്രത്തിലാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ്. കേരളത്തിലും എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യദേവൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയത്തിന്റെ ആഘോഷം നടക്കുന്നു. പഴനി, തിരുച്ചെന്തൂർ, ഹരിപ്പാട്, കിടങ്ങൂർ, വെണ്ടാർ, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളിലും തൈപ്പൂയം ആഘോഷിച്ചു വരുന്നു. ഇവിടങ്ങളിലെല്ലാം വൻതോതിൽ കാവടിയാട്ടവും തുടർച്ചയായ അഭിഷേകങ്ങളും അന്നേ ദിവസം ഉണ്ടാകാറുണ്ട്. തൈ പിറന്നാൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി. അതായത് തൈമാസം പിറന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നാണ് വയ്പ്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ നിവൃത്തിയുണ്ടാകുമെന്നാണ് വിശ്വാസം. സുബ്രഹ്മണ്യം എന്നുള്ള സങ്കല്പമാണ് കാവടി. അഭീഷ്ടസിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും നേരുന്നത്. തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് വിശേഷമാണ്. പല ക്ഷേത്രങ്ങളിലും ഒരാഴ്ചത്തെ തൈപ്പൂയ ആഘോഷമാണ് നടക്കുന്നത്. പഴനിയിലും മധുരയിലും രഥോത്സവങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരിയിലെ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ തൈപ്പൂയം വലിപ്പം കൊണ്ടും ആഘോഷം കൊണ്ടും വളരെ പ്രസിദ്ധമാണ്. താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു. താരക നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയക്കുന്നത്. 12 ആയുധങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. അസുരനെ വധിച്ച് സുബ്രഹ്മണ്യസ്വാമി ദേവലോകത്തെ വീണ്ടും ഐശ്വര്യമണിയിച്ചു. ആ നാളിനെ സ്മരണയ്ക്കായാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. മഹാദേവന്റെ പുത്രനാണ് ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യസ്വാമി. ബ്രാഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു. അതിനോട് ശ്രേയസിനെ കുറിക്കുന്ന സു എന്ന ഉപസർഗം ചേർത്താണ് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായത് എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. വേദഗോ ബ്രാഹ്മണരുടെ ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് സുബ്രഹ്മണ്യസ്വാമിയെന്നും ജനനശേഷം കരഞ്ഞ കുട്ടിയെ അതുവഴി പോയ 6 ദിവ്യകൃതികമാർ കണ്ടു എന്നും അവർ കുഞ്ഞിനെ മുലയൂട്ടാനായി തർക്കിച്ചു എന്നും അത് കണ്ട കുട്ടി 6 കൃതികമാരെയും മാറി മാറി നോക്കിയെന്നും അപ്പോൾ കുഞ്ഞിന് 6 തലകൾ ഉണ്ടായി എന്നും 6 തലകഷ്ണങ്ങൾ ഷൺമുഖനെന്നും പേര് നേടിക്കൊടുത്തുവെന്നും കൃതികന്മാർ മുല കൊടുത്ത് വളർത്തിയതിനാൽ ആ കുട്ടി കാർത്തികേയനായി വളർന്നുവെന്നും പറയപ്പെടുന്നു. ജനനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉത്തരവാദിയായവരുടെ എല്ലാം മകനായി സുബ്രഹ്മണ്യസ്വാമി മാറി. വിവിധ പേരുകളും സിദ്ധിച്ചു. സുബ്രഹ്മണ്യൻ യോഗബലത്താൽ കുമാരൻ, വിശാഖൻ, ശാഖൻ, നൈഗമേയൻ എന്ന പേരുകളിലും 4 ശരീരം സ്വീകരിച്ചു. ഗുഹൻ എന്ന പേരിൽ ശിവന്റെയും, സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും, മഹാസനൻ എന്ന പേരിൽ അഗ്നിയുടെയും, കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും, ശരവണൻ എന്ന പേരിൽ ശരവണത്തിന്റെയും, കാർത്തികേയൻ എന്ന പേരിൽ കൃതികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു. സുബ്രഹ്മണ്യന് 2 ഭാര്യയുള്ളതായാണ് വിശ്വാസം. വള്ളി എന്നും ദേവയാനി എന്നും പേരുള്ളവരാണവർ. ഇതിൽ വള്ളിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ സ്നേഹം മുരുകൻ പരീക്ഷിച്ചതായും പുരാണങ്ങൾ പറയുന്നു. എന്നാൽ മുരുകൻ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നുവെന്നും ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. മുരുകൻ ദേവസ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് സുബ്രഹ്മണ്യനെ കൊണ്ട് പാർവതി ദേവി ഇപ്രകാരം ഒരു പ്രതിജ്ഞ എടുപ്പിച്ചതായുള്ള ഒരു പുരാണകഥയും ചില പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. നാളെ തൈപ്പൂയമായി എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനും അഭീഷ്ടസിദ്ധിക്കായി വഴിപാടുകൾ സമർപ്പിക്കാനും ഇടയാകട്ടെ എന്നും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.